നമസ്കാരം. ഇന്ന് പറയാൻ പോകുന്നത് കാർത്യവീരാർജുന മാലാമന്ത്രം എന്നൊരു മഹാമന്ത്രത്തിനെക്കുറിച്ചാണ്. ഈ മാലാമന്ത്രം പല ഷഡ്കർമ്മ പ്രയോഗങ്ങൾക്കും ഉപയോഗിക്കുന്ന ഒരു മന്ത്രം കൂടിയാണ്. ആദ്യം കാർത്യവീരാർജുനമൂർത്തി മിക്ക പുരാണ ഗ്രന്ഥങ്ങളിലും പറഞ്ഞിട്ടുണ്ടെങ്കിലും സാക്ഷാൽ വൈഷ്ണവ അവതാരമാണെന്നും അല്ലെങ്കിൽ മഹാസുദർശന ചക്രമാണെന്നും ഒക്കെ പല അഭിപ്രായങ്ങളുണ്ട്. പല ധ്യാനങ്ങളിലും സുദർശനമൂർത്തിയായി തന്നെ കാർത്തവീരാർജുനെയും കാണുന്നുണ്ട്. കാർത്തവീരാർജുനെ ഉപാസിക്കുന്നവർ സുദർശന ഹോമം നടത്തുന്നത് പോലെ തന്നെ കാർത്തവീരാർജുന ഹോമം നടത്തി ബാധ ഉച്ചാടനം നടത്തുന്നതും കണ്ടുവരുന്നുണ്ട്. ഇന്ന് പറയാൻ പോകുന്നത് കാർത്തവീരാർജുനൻ്റെ ഒരു ശത്രു മാരണ മന്ത്രം പിന്നെ അതിൻ്റെ പ്രയോഗവുമാണ് പറയാൻ പോകുന്നത്. കാർത്തവീരാർജുന ധ്യാനവും ഋഷിയും പറയുന്നു. ദത്താത്രേയ ഋഷി അതിജഗതി ഛന്ദഃ കാർത്യവീരാർജുനോ ദേവത. ധ്യാനം. തിഷ്ഠന്തം സിംഹയുക്തേ സുപിതുരഥവരേ സാരിശങ്കാസ്ത്രചാപാം വിദ്യുത്സംഘാതതുല്യ ധൃതിമണിവിലസ രത്നമാലാധരോഗ്രം സന്നദ്ധം സാധുനൃണാം പരമസുഖവിധൗ ദോസ്സഹസ്രസ്ഥാനനാ ഹേതീം രക്താക്ഷമുദ്യ ദിനകരസദൃശ്യം കാർത്യവീര്യം നമാമി. ഇത് സൂര്യതേജസ്സോടുള്ള കാർത്യവീരാർജുനെ ധ്യാനിച്ചുകൊണ്ടുള്ള മന്ത്രമാണ്. ധ്യാനം ഒരു വട്ടം ജപിച്ചതിന് ശേഷം കാർത്യവീരാർജുന മാലാമന്ത്രം പറയുന്നു. ഓം രാമശരവാഹനാരി വീരാർജുനായ ഹസ്തസഹസ്രവല്ലഭ നിൻ ശരത്താലൻ ശത്രുക്കളെ കൊല്ലുകൊല്ലു വെല്ലുവെല്ല് മഹാബല വീരഭുജ കാർത്തവീര്യം രം 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 ഹരം സർവദേവതാ വിനാശകനായ ഹരായ ഓം ആം ഊം ശിവായ ശിവായ ശിങ് രങ് കാർത്തവീരാർജുനായ ഹസ്തസഹസ്രായ മാരണ സംഹാരണായ സർവശത്രുവിനാശനായ ചോർഹസ്തായ സ്വാഹ. ഇനി ഇത് വെച്ച് നമ്മൾ എങ്ങനെ ശത്രു സംഹാര പ്രയോഗം നടത്തുന്നു എന്ന് കാണാം. ആദ്യം പോലെ അതിന് 1008 ജപിച്ചാൽ മന്ത്രബലം വരും. പ്രയോഗത്തിന് നമുക്ക് വേണ്ടത് 100 വെച്ചിട്ട് കടുക്, ചെറുള്ളി, വെളുത്തുള്ളി, പരുത്തിക്കുരു എടുക്കുക. ഇവ വെച്ച് നമ്മൾ ശത്രുവിനെ സങ്കല്പിച്ചുകൊണ്ട് നമ്മൾ അടുപ്പിലേക്ക് ഹോമിക്കുക. അതോടെ ശത്രു നശിക്കും എന്ന് മന്ത്രവിധിയിൽ കാണുന്നു. കാർത്യവീരാർജുനൻ ഒരു വൈഷ്ണവമൂർത്തിയായും സുദർശന മൂർത്തിയുടെ ശക്തിയുടെ ചൈതന്യമായും കണക്കാക്കുന്നു. ഇനിയും ഇതുപോലുള്ള കാർത്യവീരാർജുനൻ്റെ വേറെ മന്ത്രങ്ങൾ ഈ ചാനലിൽ വരുന്നതാണ്. നമസ്കാരം.